ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. മഅനാ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹിയുടെ 95 ഹിക്മത്താണ്, 95ാമത്തെ ഹിക്മത്താണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 95ഉം 96ഉം ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഒരു ഭാഗമാണ്, അതിൻ്റെ മറ്റൊരു ഭാഗമാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു, ഫഹ്മുണ്ടാവുക എന്നാണ്. ഫഹ്മിന്റെ കുറവാണ് മനയിൽ നമുക്ക് എന്തുണ്ടാവുന്നത്, വിഷമുണ്ടാവുന്നത്. അള്ളാഹുത്താല എന്തെങ്കിലും തടഞ്ഞു വെച്ചാൽ നമുക്ക് ദുഃഖം ഉണ്ടാവുന്നു, പ്രയാസം ഉണ്ടാവുന്നു. അള്ളാഹുവിനെ കുറിച്ചുള്ള നമ്മുടെ ഫഹ്മ് ശരിയാവാത്ത കൊണ്ടാന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട് ബാക്കി വിഷയമാണ് പറയുന്നത്. നോക്കാം. റുബമാ ഫതഹ ലക ബാബ തൗഅത്തി വമാ ഫതഹ ലക ബാബൽ ഖബൂലി വറുബമാ ഖളഅ അലൈക ബിദ്ദംബി ഫകാന സബബൻ ഫിൽ വുസൂലി. മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ അതിന്റെ റിസൾട്ടിലേക്കാണ് നോക്കേണ്ടത് എന്നാണ് ഈ ഹിക്മ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യൻ അല്ലാഹു തആല ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എന്താണ് എത്തുന്നത്, അവന്റെ പ്രവർത്തനം എന്താണ്, അവന്റെ ലക്ഷ്യം എന്താണ്, എത്തുന്ന ഏത് അവസ്ഥയാണ് എന്നൊക്കെ ഈ ഹിക്മയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് ഇബാദത്ത് വഴി എന്താണ് കിട്ടേണ്ടത് എന്നാണ് ഹിക്മ പഠിപ്പിക്കുന്നത്. അതായത് റുബമാ ഫതഹ ലക, ചിലപ്പോൾ അല്ലാഹു തആല നിനക്ക് തുറന്നു തരാം. ബാബ തോഴത്തി, തോഴത്തിന്റെ വാതില്, ഇബാദത്തിന് ചെയ്യാനുള്ള വാതിലുകൾ അല്ലാഹു തആല നിനക്ക് എന്ത് ചെയ്യും, തുറന്നു തരും. എന്നാൽ ഇബാദത്ത് ചെയ്യാൻ നിനക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇബാദത്ത് ചെയ്യാൻ നിനക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സാഹചര്യം ഉണ്ടാവുന്നുണ്ട്, നീ ഇബാദത്ത് ചെയ്യുന്നുണ്ട്. പക്ഷെ വമാ ഫതഹ ലക ബാബൽ ഖബൂലി, പക്ഷെ നിനക്ക് എന്തുണ്ടാകണില്ല, അതേ സമയത്ത് നിന്റെ മേൽ അല്ലാഹു തആല നിനക്ക് വേണ്ടി തുറക്കുന്നില്ല ബാബൽ കബൂലി, കബൂലിയത്തിന്റെ സ്വീകാര്യതയുടെ വാതില്. അവിടെ കാര്യമുണ്ടോ? ഇബാദത്തുകൾ ചെയ്യാനുള്ള സാഹചര്യം നമുക്കുണ്ട്. പക്ഷെ ഇബാദത്ത് ചെയ്തിട്ട് എന്ത് ചെയ്യണില്ല, പഠിച്ചവൻ എന്ത് ചെയ്യണില്ല, ആ ഇബാദത്തുകൾ എന്ത് ചെയ്യണില്ല, സ്വീകരിക്കണില്ല. കബൂലർ എന്താ, സ്വീകരിക്കണം. അപ്പൊ കബൂലിയത്തിന്റെ വാതില് തുറക്കണില്ല, ഇബാദത്തിന്റെ വാതില് തുറന്നു തരും. അപ്പൊ ചിലപ്പോ അങ്ങനെ ഉണ്ടാവും. അതായത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇബാദത്തുകൾ ചെയ്യും നമ്മള്, എന്നിട്ട് ആ ഇബാദത്തിൽ എന്ത് ചെയ്യും, നമുക്ക് അഭിമാനവും ഉണ്ടാവുമ്പോൾ ആ ഇബാദത്തിൽ എന്തുണ്ടാവില്ല, കബൂലിയത്ത് ഉണ്ടാവില്ല. അല്ലാഹു തആല നമുക്ക് ആക്കട്ടെ. ഇബാദത്തുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്, ഉഷാറ ചെയ്യുന്നുണ്ട്, പക്ഷെ അതുകൊണ്ട് നമുക്ക് എന്തുണ്ടാവണില്ല, അല്ലാഹു തആലക്ക് കബൂലിയത്തുണ്ടാവും. ഇബാദത്ത് കബൂലിയത്തുണ്ടാവുമ്പോ നമ്മൾ പറഞ്ഞു എന്താണ്, കുറെ കാര്യങ്ങൾ ഉണ്ടാവും. ഇബാദത്തിന്റെ കബൂലിയത്തിന്റെ അടയാളം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറയാറുണ്ട്. ഒന്ന്, ഇബാദത്ത് ചെയ്യുന്നതിൽ മാനസികമായ എന്തുണ്ടാവും, ഒരു സന്തോഷം ഉണ്ടാവും. ചെയ്യുന്നതനുസരിച്ച് അല്ലാഹു തആലക്ക് കൂടുതൽ കൂടുതൽ ചെയ്യാനുള്ള തോന്നലുണ്ടാവും. അല്ലാഹു അല്ലാത്ത മറ്റുള്ള എല്ലാം നമുക്കെന്താവും, അസ്വസ്ഥമാവും. ഇബാദത്തിനെ കൂടുന്നതനുസരിച്ചുണ്ടാകുന്ന അവസ്ഥകളാണ്. അല്ലാഹു തന്നെ ധാരാളം എനിക്ക് മതി എന്നൊരു മാനസികമായ ഒരു സ്ട്രെങ്ത് നമുക്കുണ്ടാവും. അതുപോലെ എന്റെ കാര്യങ്ങളൊക്കെ എന്റെ റബ്ബ് അറിയുന്നുണ്ട്, അതുകൊണ്ട് എന്തില്ല, എനിക്ക് പ്രശ്നമില്ല, എന്റെ കാര്യം അവൻ നിറവേറ്റി തരും എന്നൊരു ബോധ്യം നമുക്കുണ്ടാവും. പിന്നെ അല്ലാഹു തആല നമുക്ക് തന്നതിൽ ധാരാളം സമൃദ്ധി നമുക്കുണ്ടാവും. ഇതൊക്കെയാണ് ഇബാദത്തിന്റെ സ്വീകാര്യതയുടെ അടയാളങ്ങൾ. ചിലപ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല, ഇബാദത്ത് നമ്മൾ ചെയ്യണം. അതെന്തുകൊണ്ടാ, ആ ഇബാദത്തിൽ നമുക്ക് നമ്മുടെ നഫ്സിന്റെ ഇടപെടൽ കൊണ്ട്, നമ്മൾ ഇബാദത്ത് ചെയ്യുന്നവനാണ്, ഞാൻ ഇബാദത്തുകൾ നന്നായി, ഞാൻ വലിയ ആബിദാണ്, ഇങ്ങനത്തെ തോന്നലുകൾ വന്നാൽ ഇബാദത്തിന് ഏതുണ്ടാവില്ല, കബൂലിയത്ത് ഉണ്ടാവില്ല. അപ്പൊ ഇബാദത്തുകൾ ചെയ്യുന്നുണ്ടാവും,
പക്ഷെ ഇബാദത്തിന് ഏതുണ്ടാവില്ല, കബൂലിയത്തുണ്ടാകാത്ത അവസ്ഥയും ചിലപ്പോൾ ഉണ്ടാവും. അതാണ് റുബ്ബമ. ചിലപ്പോ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ചില സൂഫിയാക്കൾ ഇബ്നു നജീബൊക്കെ പറയുന്നുണ്ട്, ചിലപ്പോ നമുക്ക് ഇബാദത്തുകൾ വഴി ഉണ്ടാവുന്ന ആത്മീയമായ മാധുര്യങ്ങൾ കുറച്ച് കുറക്കും അല്ലാഹു തആല. എന്താ വെച്ചാല് നമ്മള് ആ ഇബാദത്തിന്റെ വഴിയിൽ കൂടുതൽ സജീവാകാൻ വേണ്ടിയിട്ടും ഖിദ്മത്തിന്റെ അവസ്ഥയിൽ നിന്ന് മുഹബ്ബത്തിന്റെ അവസ്ഥയിലേക്ക് മാറാൻ വേണ്ടിയും. അല്ലാഹു തആലയുടെ അടിമകൾ 2 കാറ്റഗറി ഉണ്ടെന്നാ. ഒന്ന് ഖിദ്മത്തിന്റെ എന്ന് പറഞ്ഞാൽ ഇബാദത്തുകൾ കർമ്മങ്ങൾ എടുക്കുക, പക്ഷെ മാനസികമായിട്ട് എന്തുണ്ടല്ല വലിയൊരു പ്രോഗ്രസ് ഉണ്ടായിട്ടുള്ളതാ. മുഹബത്തിന്റെ ആളുകളാണെങ്കിലോ മാനസികമായിട്ട് വലിയ പ്രോഗ്രസ്സിലേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പൊ ഖിദ്മത്ത് നന്നായി ചെയ്തിട്ടാണ് മുഹബത്തിലേക്ക് എത്താം. അപ്പൊ അവിടെ ചില മാധുര്യങ്ങൾ കുറക്കാൻ അങ്ങനത്തെ ഒരു കബൂലിയത്തിന്റെ കുറവ് ചില കാണാം. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് അതല്ല. ഇവിടെ ഉദ്ദേശിക്കുന്നതാണ് ഇബാദത്തുകൾ അങ്ങനെയും ആകാം, അങ്ങനെയും ചില കബൂലിയത്തിന്റെ വാതിലുകൾ നമുക്ക് വേണ്ടത്ര നമ്മൾ വിചാരിച്ച അത്ര നമ്മൾ വളർന്നിട്ടില്ലല്ലോ എന്ന തോന്നൽ ചിലപ്പോൾ എന്തുണ്ടാവും, നമുക്ക് ഉണ്ടാകും. ആ തോന്നലിൽ നമ്മൾ എന്ത് ചെയ്യണ്ട, നിരാശപ്പെടണ്ട. കാരണം എന്താണ്, അത് നമ്മൾ ആ ആത്മീയത അനുസരിച്ച് വീണ്ടും വീണ്ടും അല്ലാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ നമുക്ക് ഖൈറുണ്ട്. നേരെ മറിച്ച് ഇബാദത്തുകൾ നമ്മൾ ചെയ്യുകയും അതിന് യാതൊരു കബൂലിയത്തില്ലാത്ത അവസ്ഥ വരികയാണെങ്കിലോ അത് ഭയങ്കര അപകടമാണ്. അപ്പൊ റുബ്ബമ ഫതഹ ലക ബാബ ത്വാഅത്തി, ചിലപ്പോൾ അല്ലാഹു തആല ത്വാഅത്തിന്റെ വാതിലുകൾ നിനക്ക് തുറക്കാം. വമാ ഫതഹ ലക ബാബൽ ഖബൂലി, കബൂലിയത്തിന്റെ വാതിലുകൾ നിനക്ക് തുറക്കുകയും ചെയ്യാതിരിക്കാം. ഇനി നോക്കൂ, വറുബ്ബമാ ഖള അലൈക ബിദ്ദംബി, ചിലപ്പോൾ നിന്നിലെ അല്ലാഹു തആല തിന്മ കൊണ്ട് വിധിക്കാം. മനസ്സിലായില്ലേ? ചിലപ്പോൾ എന്ത് ചെയ്യാം, ചില തെറ്റുകൾ നിന്നിലൂടെ എന്ത് ചെയ്യാം, സംഭവിപ്പിക്കാം. നമ്മളങ്ങനെ തെറ്റ് ആഗ്രഹിച്ചിട്ടൊന്നല്ല, തെറ്റിന് പൂതിയില്ല, തെറ്റ് പ്ലാൻ ചെയ്തിട്ടില്ല. സാധാരണ തെറ്റ് ചെയ്യുന്ന അവസ്ഥയല്ല പറയുന്നത്. ഒരു ആബിദായ മനുഷ്യൻ, അള്ളാഹുവിനെ മനസ്സിലാക്കിയ അള്ളാഹുക്കാർക്ക് ഇബാദത്ത് എടുക്കുന്ന സ്വാലിഹ മനുഷ്യനും ചിലപ്പോൾ എന്ത് ചെയ്യാം, തെറ്റുകൾ സംഭവിക്കും. അത് ചിലപ്പോൾ ആ തെറ്റിലേക്ക് അല്ലാഹു തആല അവനെ എന്ത് ചെയ്യും, അനുവദിക്കാറില്ല. അവൻ പ്ലാൻ ചെയ്യാതെ അവന് വലിയൊരു മാനസികമായ സന്തോഷം ഉണ്ടാവാതെ അറിയാതെ എന്ത് ചെയ്യും, ആ തെറ്റിലേക്ക് ചില ആളുകൾ സ്വാലിഹ്യങ്ങൾ ചെന്ന് ചാടിയതിന് ശേഷം എന്ത് ചെയ്യാ, അവരെ തെറ്റിൽപ്പെട്ടു എന്നുള്ള അപകടം മനസ്സിലാകാം. അല്ലാതെ അതിനുവേണ്ടി കുറെ കരുക്കൾ നീക്കി ആസൂത്രിതമായ ലോങ് ടൈം പ്ലാൻ ഉണ്ടാക്കി പിന്നെ പോയാണ് ചെയ്യുന്ന തെറ്റല്ലേ പറയുന്നത്. അത് ശരിക്കും ചെയ്യുന്ന തിന്മകൾ തന്നെയാണ്. സ്വാഭാവികമായും അറിയാതെ, അതാണ് മഹാനായ ചില സൂഫിയാക്കളോട് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരും തെറ്റ് ചെയ്യും, തെറ്റുകൾ സംഭവിക്കും, ഫാസിക്കങ്ങളിലും തെറ്റുകൾ സംഭവിക്കും. ഫാസിക്ക് എന്ന് പറഞ്ഞാൽ എന്താ, തെറ്റ് ചെയ്യുന്ന ആളാണ്, തെമ്മാടിയാണ്. അതെന്താ, സ്ഥിരമായി തെറ്റ് പ്രശ്നമില്ലാതെ കാണുന്ന ആളുകളുണ്ട്, അവരും ഫാസിക്കങ്ങളാണ്. ഫാസിക്കൽ എന്ന് പറഞ്ഞാൽ തെമ്മാടിയാണ്. അപ്പോ മനഃപൂർവ്വം നിസ്കാരം ഒഴിവാക്കുക, മദ്യപിക്കുക, വ്യഭിചരിക്കുക, പരസ്യമായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇനി പരസ്യം ഇല്ലെങ്കിലും ഫിസ്ക് ഉണ്ടാവും. അപ്പൊ ഞാൻ പറയുന്നത് അതും തെറ്റാണ്. അതേസമയത്ത് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ ചിലപ്പോൾ സംഭവിക്കുന്ന ചില വീഴ്ചകളുണ്ട്, അതും തെറ്റ് തന്നെയാണ്. അപ്പൊ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ സംഭവിക്കുന്ന വീഴ്ചയാണ് ഈ ഹിക്മത്തിൽ വിശദീകരിക്കുന്നത്. അപ്പൊ അള്ളാഹു തആലയിൽ ജീവിക്കുന്ന സ്വാലിഹായ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിമയിൽ ചിലപ്പോൾ ഏത് സംഭവിക്കാം, തെറ്റുകൾ സംഭവിക്കാം എന്നാണ് പറയുന്നത്. അതെന്താ വെച്ചാല് നമ്മൾ നിലനിൽക്ക് ജീവിക്കുന്നതിനിടയിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ അറിയാതെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റിലേക്ക് നമ്മൾ അറിയാതെ, നമ്മളത് പ്ലാൻ ചെയ്തിട്ടോ ഉറപ്പിച്ചിട്ടോ അല്ല, ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ചിലയിടത്ത് അങ്ങനെ ചില വീഴ്ചയിൽ പെട്ടുപോകും. ഇപ്പൊ ഉദാഹരണമായി പറയാം, ചില ഉദാഹരണം പറയാം, നല്ല സ്വാലിഹായ മനുഷ്യൻ 5 വക്ത് നിസ്കരിക്കുന്ന ആളാണ്. എന്ത് ചെയ്തു, 1-2 സുഹൃത്തുക്കളെ കണ്ടു, അല്ലെങ്കിൽ ഒരു പീഡികത്തിണ്ണയിൽ പോയിരുന്നു, അവിടെ പോയിരുന്നു, വർത്താനം പറഞ്ഞു, അങ്ങനെ രാഷ്ട്രീയം പറഞ്ഞു, പിന്നെ ഒരാളെ ഈപത്ത് പറഞ്ഞു തുടങ്ങി. അങ്ങനെ അറിയാതെ എന്ത് ചെയ്തു, ഇയാള്
വലിയൊരു തെറ്റിലേക്ക് പോയി. ഇതവിടെ പോയിരിക്കണമെന്നോ പ്ലാൻ ചെയ്യണമെന്നോ അല്ലെങ്കിൽ അതിനുവേണ്ടി മനസ്സിൽ നിയത്ത് വെച്ചിട്ടോ അല്ല, അറിയാതെ സംഭവിച്ചതിന് ശേഖത്തുണ്ടാവും. ഞാൻ ചെയ്ത് എത്ര മോശം, പോണ്ടില്ലേ എന്ന്, ഞാൻ അങ്ങോട്ട് പോകൂല എന്നൊക്കെ തീരുമാനിക്കും. അപ്പൊ ഇങ്ങനെ അപ്പൊ ആ ഒരു കുറ്റബോധം ഉണ്ടാവും. ആ ഒരു കുറ്റബോധം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, അല്ലാഹു തആല ചില തെറ്റുകൾ അടിമകൾ ചിലപ്പോൾ എന്ത് ചെയ്യും, അനുവദിക്കും. ചില ഇടപെടലുകൾ ചിലപ്പോൾ നമ്മൾ അറിയാതെ ചിലപ്പോൾ ഹറാമിലേക്ക് എത്തിക്കാൻ ചിലപ്പോൾ എന്തുണ്ട്, ചാൻസ് ഉണ്ട്. ചില കാഴ്ചകൾ ഇപ്പൊ ഹറാമ് ചെയ്യാൻ തീരെ പണിയില്ലല്ലോ, സ്വന്തം കൈ തുമ്പിലുണ്ടല്ലോ എല്ലാ ഹറാമും. അപ്പൊ ചില കാഴ്ചകൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവില്ല, അറിയാതെ ചിലപ്പോൾ എന്ത് ചെയ്യും, അള്ളാഹുവിന്റെ ഇഷ്ടദാസനായ ആള് തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും, അറിയാതെ എന്ത് ചെയ്യും, ആ കാഴ്ചയിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പൊ ഇതൊരു അള്ളാഹുവിന്റെ ഇഷ്ടദാസന് സംഭവിക്കുന്ന തെറ്റാണ്. അതേസമയത്ത് ഫാസിക്കായ മനുഷ്യൻ തെറ്റ് ചെയ്യുന്നുണ്ട്, അള്ളാഹുവിന്റെ ഇഷ്ടദാസനായ മനുഷ്യൻ തെറ്റ് ചെയ്യുന്നുണ്ട്. ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോ ഫാസിക്കായ മനുഷ്യന് തെറ്റ് ചെയ്തിട്ട് പഠിച്ചോ ഇന്നെ തെറ്റ് വിധിച്ചിട്ടുണ്ട്, ഞാൻ നന്നാകാൻ, ഇത് അള്ളാഹു തആല വിധിച്ചതല്ലേ, അവിടെ ഞാൻ നന്നാകാൻ വേണ്ടിയിട്ടാണ് എന്ന ചിന്താഗതിക്കല്ല. ഫാസിക്കായ മനുഷ്യന്റെ തെറ്റുണ്ട്, സ്വാലിഹായ മനുഷ്യന്റെ തെറ്റുണ്ട്. ഇത് നമ്മള് വ്യത്യാസം പറയുന്നത് എന്താണ്? അള്ളാഹുവിന്റെ ഇഷ്ടദാസൻ തെറ്റ് ചെയ്യും, പക്ഷെ ആ തെറ്റിനെ അയാൾ പ്ലാൻ ചെയ്യുക, മനസ്സിൽ നിയത്ത് വെക്കുക, അതിന് മുൻകൂട്ടി വേണ്ടി സജീവമായി തയ്യാറായ, അങ്ങനെ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. അതാണ് വലിയന്റെ തെറ്റ്. നമ്മൾ സംഭവിക്കുന്ന തെറ്റ് വിലായത്തിന്റെ തെറ്റാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ആ തെറ്റിന് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, മുൻകൂട്ടി നിയത്ത് വെച്ച് ഒരുങ്ങിയിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ പിന്നെ തെറ്റ അവിടെ ചെന്നപ്പോ സാഹചര്യത്തിലാണ് സംഭവിച്ചു. മറ്റേത് അങ്ങനാണോ? മറ്റേങ്ങനല്ല, അതിനായിട്ട് ഒരുങ്ങി മെനക്കെട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതാണ് ആരുടെ തെറ്റ്? ഫാസിക്കലിന്റെ തെറ്റ്. രണ്ടാമത് വലാ യസിറു അലൈഹ, അഥവാ ഇനി നമ്മളെത്തൊരു വീഴ്ച അങ്ങനെ പോയി തെറ്റ് സംഭവിച്ച പിന്നെ ആ വഴിക്ക് നമ്മൾ പോകില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് വിലായത്തിന്റെ ആളുകളുണ്ടോ, അല്ലാഹു തആല നമ്മയിൽപ്പെടുത്തട്ടെ, സ്വാലിഹീങ്ങളെ കുറിച്ചാണ്. പിന്നെന്ത് ചെയ്യില്ല, ഒരു തെറ്റ് ഒരു വട്ടം അവിടുന്ന് സംഭവിച്ചാല് ഇനി പിന്നെ ആ വഴിക്ക് പോകില്ല. കാരണം എന്താ, എനിക്ക് ആ ഏരിയ പറ്റൂല, അതെനിക്ക് അപകടമാണ്. ഒരിക്കൽ ഞാൻ പെട്ടതാ. മുഅ്മിൻ 2 പ്രാവശ്യം ഒരു മാളത്തിൽ നിന്ന് സർപ്പം കടിക്കൂല. അതുകൊണ്ട് ആ മുഅ്മിൻ അത് ഉൾക്കൊണ്ടും അവനെന്ത് ചെയ്യും, അവൻ പറയും, തീരുമാനിക്കും, അവന്റെ മനസ്സ് പറയും, എന്ത്, ഇനി ഞാൻ ആ തെറ്റിലേക്ക് പോകില്ല, അല്ലെങ്കിൽ ഇനി ആ ഒരു സ്ത്രീയുമായി സംസാരിച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇനി ആ ഏരിയക്ക് പോകില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹറാമ് നോക്കിയാണ് ഇനി ഞാൻ ആ സാധനം എടുക്കൂല. കാരണം എന്താ, അതിനെ അപകടത്തിൽപ്പെടുത്തും. അപ്പോ എന്തുണ്ടാവില്ല, ആ തിന്മയിൽ എന്തുണ്ടാവില്ല, ഇസ്റാർ ഉണ്ടാവില്ല, ഉറച്ചു നിൽക്കൂല. ഇവനെന്ത് ചെയ്യും, ഒറ്റവട്ടം പെട്ടാൽ തന്നെ അതിൽ നിന്ന് മാറും. ഇതാണ് വലിയന്റെ തെറ്റ്. ആ സാധു പോയി കുടുങ്ങിയതാണ്, കുടുങ്ങിയോടത്ത് എന്ത് ചെയ്യും, രക്ഷപ്പെട്ടു, ഇനി മേലാക്ക് എന്ത് ചെയ്യില്ല, ആ വഴിക്ക് പോവില്ല. ഫാസിക്കാണെങ്കിലോ അവൻ ചാൻസ് ഇട്ട് പിന്നെയും പോവും. അപ്പത്തെ എനർജി കഴിഞ്ഞ് പിന്നെ രണ്ടാമത് എന്ത് ചെയ്യും, വീണ്ടും പൂതിയാവും. അപ്പൊ എന്ത് ചെയ്യും, വീണ്ടും എന്ത് ചെയ്യും, അതിനേക്കാൾ ആസൂത്രിതമായി ചെയ്യാൻ വേണ്ടി വീണ്ടും പ്ലാൻ ചെയ്തു പോവും, പിന്നെയും പോവും. അതെന്താ, അത് വലിയല്ല. അള്ളാഹുവിന്റെ ഇഷ്ടദാസൻ അങ്ങനെ സംഭവിക്കൂല. അള്ളാഹുവിന്റെ ഇഷ്ടദാസൻ ചെയ്യില്ല, തെറ്റിൽ ഉറച്ച് ഇസ്റാർ ഉണ്ടാവില്ല, അത് വീണ്ടും റിപ്പീറ്റിംഗ് ഉണ്ടാവില്ല. അത് ഒരിട്ടം സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് മാറും, പിന്നെ ആ വഴിക്ക് പോകില്ല. കാരണം അത് അപകടമാണെന്ന് അവർ മനസ്സിലാക്കി. അതാണ് 2. മൂന്നാമത്തെ സംഗതി എന്താണ്? മൂന്നാമത്തെ സംഗതി വലാ യഫ്റഹു ബിഹാ, അതിനെന്തുണ്ടാവില്ല, നോക്കൂ, അതിനൊരു സന്തോഷം ഉണ്ടാവില്ല. ആ സംഭവിച്ചത് ആലോചിക്കുമ്പോഴേ എന്തുണ്ടാവും, ഭയങ്കര ദുഃഖം ഉണ്ടാവും. ആ സംഭവം ആലോചിച്ച് അതിനാലോചിക്കാൻ, അതിന് ഓർമ്മപ്പെടുത്താനേ പറ്റൂല. ഇപ്പൊ നമ്മളത്തെ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇനി വേറെ ആൾക്കും ആ വീഴ്ച അറിയെങ്കിൽ ഇന്നാൾ അങ്ങനെ ചെയ്തില്ലേ എന്ന് പറയുന്നത് എന്ത് ചെയ്യില്ല, ഉൾക്കൊള്ളാൻ കഴിയില്ല. അയാളെ പറയാൻ സമ്മതിക്കൂല, അത് ഓർമ്മപ്പെടുത്താൻ സമ്മതിക്കൂല. കാരണം ആ ചിന്ത കേൾക്കണ തന്നെ അസ്വസ്ഥമായിരിക്കും, മനസ്സിൽ ടെൻഷനായിരിക്കും. നീ അത് പറയല്ലേ, ഓർമ്മയാക്കല്ലേ എന്ന മൈൻഡായിരിക്കും വലിയനുണ്ടാവുക.
ഒരു ലെവലേശം സന്തോഷം ഉണ്ടാവില്ല അത് ആലോചിക്കുമ്പോൾ. നമുക്ക് നമ്മൾ ചെയ്ത തെറ്റ് ആലോചിക്കുമ്പോൾ പിന്നെ ആലോചിക്കുമ്പോൾ അതിനൊരു സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളെന്താണ് വിലായത്തിന്റെ മകത്ത് അള്ളാഹുവിന്റെ ഇഷ്ടദാസനുള്ള സ്ഥാനത്തേക്ക് എത്തിയിട്ടില്ല എന്നുള്ള. അത് ഫാസിഖ്യങ്ങളാ. അത് കഴിഞ്ഞത് ആലോചിച്ച് അയവറയ്ക്ക് വീണ്ടും ഇങ്ങനെ ആലോചിച്ച് തെറ്റ് ഏതായാലും ചെയ്ത് പിന്നെന്ത് ചെയ്യുക, അത് ഒഴിഞ്ഞിരുന്നിട്ട് എന്ത് ചെയ്യുക, അത് ആസ്വദിക്കുക, ചില സുഹൃത്തുക്കളോട് എന്ത് ചെയ്യുക, അത് ഷെയർ ചെയ്യുക, അതിൽ അഭിമാനം കൊള്ളാം. ഇതൊക്കെ ഫാസിഖ്യങ്ങളുടെ പരിപാടിയാണ്. അപ്പോ വിശ്വാസിയാണെങ്കിൽ വലിയാണെങ്കിൽ അള്ളാഹുവിന്റെ ഇഷ്ടദാസനാണെങ്കിൽ അവനിൽ ആ തെറ്റ് സംഭവിച്ച പിന്നെ ആലോചിക്കുമ്പോൾ എന്തുണ്ടാവില്ല, ഒരു പൊടി സന്തോഷം ഉണ്ടാവില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊക്കെ മനുഷ്യനാണ്, ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാവും. ആ തെറ്റുകൾ ആലോചിക്കുമ്പോൾ ഇപ്പൊ നമുക്ക് എന്താ തോന്നുന്നത് നോക്കണം. ഇപ്പൊ നമുക്കതിന് സന്തോഷമുണ്ടോ, അന്നങ്ങനെ ചെയ്ത് നല്ല രസമായി, ഇനി അങ്ങനത്തെ ചാൻസ് ഇട്ട് ഒന്നുകൂടി ചെയ്യാൻ തോന്നുന്നുണ്ടോ? ഒരിക്കലും നമ്മളെന്തല്ല അള്ളാഹുവിന്റെ ഇഷ്ടദാസനല്ല. അതിന്റെ ആലോചിക്കുമ്പോ തന്നെ അതൊരു ചിന്ത മനസ്സിൽ വരും. പക്ഷെ അതിന്റെ ആലോചിക്കുമ്പോ തന്നെ എന്തൊരു വൃത്തിയുടെ എന്റെ ഈ അന്തം ഞാൻ ചെയ്യണല്ലോ, ഇത്ര മോശത്തരായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളാണ് അള്ളാഹുവിന്റെ ഇഷ്ടദാസനാണ്, നമ്മളാരല്ല ഫാസിക്കല്ല. അപ്പൊ ഫാസിക്കിന്റെ തെറ്റും വലിയുടെ തെറ്റും വ്യത്യാസമുണ്ട്. വലിയും തെറ്റ് സംഭവിക്കും, ഫാസിക്കും തെറ്റ് സംഭവിക്കും. പക്ഷെ തമ്മിലുള്ള വ്യത്യാസം അതാണ്. അപ്പൊ ഞാൻ പറയുന്നത് ചിലപ്പോൾ എന്ത് ചെയ്യും, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ അള്ളാഹു തആല ചില തെറ്റുകളെ വിധിക്കും, സംഭവിപ്പിക്കും. അങ്ങനത്തെ സാഹചര്യത്തിലേക്ക് ഇയാൾ പ്ലാൻ ചെയ്യാതെ തന്നെ ആ തെറ്റിലേക്ക് അറിയാതെ പോയിട്ട് ഈ അടിമത്തിന് ചാടും. അതാണ് പറയുന്നത് വഖല്ലാ അലൈക ബിദംബി, അള്ളാഹു തആല നിന്നിലേക്ക് ചില തെറ്റുകൾ വിധിക്കാം. ഫകാന സബബൻ ഫിൽ ഉസൂലി, അത് നീ അള്ളാഹുവിലേക്ക് വളരെയധികം ചേരാൻ ആ തെറ്റെന്താവും, കാരണമാകും. അതോടെ എന്ത് ചെയ്യും, നീ അള്ളാഹുവിലേക്ക് വല്ലാതെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ചേർത്തിട്ടുണ്ടാവും. ഭയങ്കര ബന്ധം അള്ളാഹുവിലേക്ക് നീ സ്ഥാപിച്ചിട്ടുണ്ടാവും. അതിനൊക്കെ കാരണം എന്താണ്, ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കണേ ആ തെറ്റാണ്. നീ ഇത്ര ഉഷാറായി, ഞാൻ ഇത്ര ഉഷാറാക്കാൻ എന്താ, അന്നെന്റെ സംഭവിച്ച ആ വീഴ്ചയാണ് എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് നീ അള്ളാഹുവിലേക്ക് ഉയരും. അപ്പൊ അവിടെ നമ്മൾ ഉഷാറാക്കിയതാ നമ്മൾ സംഭവിച്ച വീഴ്ചയാണ്. നേരെ വെച്ച് നമ്മൾ കുറെ ഇബാദത്തെടുത്തു, ഇബാദത്തെടുത്തപ്പോ എന്താണ്ടായത്, ഞാൻ നല്ല ഇബാദത്താണ് ഉഷാറാണെന്ന് തോന്നി. അപ്പൊ എന്തുണ്ടായി, ആ ഇബാദത്തിന് കബൂലത്തില്ലായി. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇവിടെ ഇത് പറയ ഹിക്മത്തിന് പിന്നിലുള്ള സിർ എന്താണ്, അള്ളാഹുവിന്റെ അടിമകളായ നമ്മള് ഒരേ റൂട്ടിൽ ഇബാദത്ത് പോകുമ്പോ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്തുണ്ടാവും, ആവർത്തന വിരസത ഉണ്ടാവും. അത് ഏതിലുണ്ട്, ഇബാദത്തിലും ഉണ്ടാവും. അതുകൊണ്ടാണ് നിസ്കാരം പിന്നെ ഫുൾ ടൈം ഒരേ സമയത്താക്കാത്തതും വ്യത്യസ്ത സമയത്തിലാക്കിയതും വ്യത്യസ്ത റക്കാത്തിലാക്കിയതും ദിക്റുകൾ ഒരേ മൈലാക്കിയിട്ടില്ലല്ലോ. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഉണ്ട്, അതുണ്ട് വ്യത്യസ്തമാക്കിയത്. അതുപോലെ സലാത്തുകൾ വേറെ രീതിയിലാക്കിയത്. ഇങ്ങനെ വ്യത്യസ്തമായ ഒരുപാട് അമലുകൾ വ്യത്യസ്ത രീതിയിലാക്കാൻ തന്നെ എന്താണ്, മനുഷ്യന് മടുപ്പ് വരാതിരിക്കാനുള്ള ഹിക്മത്ത് അതിലുണ്ട്. കാരണം ഒന്നിൽ തന്നെ നമുക്ക് മടുക്കും. അപ്പൊ അതിന് മാറ്റം വേണം. അതിന് മാറുമ്പോ വേറെ മാറും. അപ്പൊ ഖുർആൻ മാത്രം ഓതുന്നത് എന്താ, നമ്മള് ഹദീസ് കേട്ടാൽ എന്തെയും ഖുർആൻ പാരായത്തിനേക്കാൾ വലിയ കൂലില്ലാന്നാ, അപ്പുറത്തെ സലാത്തിനേക്കാൾ വേറെ കൂലില്ലാന്ന് കാണും, അപ്പുറത്തെ ദിക്റിനേക്കാൾ അപ്പുറത്തെ ദിക്റ് ലാ ഇലാഹ ഇല്ലല്ലാഹ് കിട്ടും. അതെന്താ, വ്യത്യസ്തമായ ഭാഗത്തിലേക്ക് നമ്മളിങ്ങനെ പോവാൻ വേണ്ടിയാണ്. നമുക്കറിയുന്ന വിഷയം. ഞാൻ പറയുന്നത് എന്താണ്, അപ്പോ ഈ എല്ലാ വിഭാഗത്തും കറക്റ്റ് എന്നും സുബഹിക്ക് തഹജ്ജുദിന് എണീച്ച് സുബഹി ജമാഅത്തിന് പോയി വഴി വന്ന് നിസ്കരിച്ച് ഇങ്ങനെ എന്നും ആവുമ്പോ ചെറുതായിട്ട് എന്ത് ചെയ്യും, ഒരലസതയും ഒരാവർത്ത വിരസതയും ചിലപ്പോ ചില അടിമകളെ മനസ്സിലുണ്ടാവും. അപ്പൊ അതൊന്നും എന്ത് ചെയ്യുന്നു, റിഫ്രഷ് ആവണം. അത് റിഫ്രഷ് ആകാൻ എന്ത് ചെയ്യും, ചില ഓഫലത്ത് എന്ത് ചെയ്യും, ഇതിങ്ങനെ എന്നും ഒരേപോലെ ചെയ്യണോണ്ട് നമുക്ക് ആ ആത്മീയ അനുഭൂതി ഇങ്ങനെ കിട്ടണോണ്ട് അതിന്റെ കുറവില്ലാത്തത് കൊണ്ട് ആ അനുഭൂതിയുടെ എന്ത് ചെയ്യണില്ല, ആ ആത്മീയ അനുഭൂതിയുടെ ആ ഒരു വലിയൊരു പവർ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണില്ല. അത് കുറയുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാ, അത് മനസ്സിലാവുക. കാരണം ഇത്രയും നല്ല ആത്മീയതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് എന്നും ഇങ്ങനെ ഒരേപോലെ ആയതുകൊണ്ട് എന്തില്ല, എന്നും ബിരിയാണി കഴിക്കുമ്പോ ബിരിയാണിക്ക് എന്തുണ്ടാവില്ല, വില ഉണ്ടാവില്ല. ഇടയ്ക്ക് വെറുംചോറ് കഴിക്കുമ്പോ പിറ്റത്തെ സമയത്ത് തന്നെ ബിരിയാണി എന്ത് ചെയ്യും, നമ്മൾ പോയി കഴിക്കും. അതെന്താണ്, ആവർത്തന വിരസത.
അപ്പൊ ഈ ഭാഗത്തുകൾ എന്നും ഒരേപോലെ എടുക്കുമ്പോൾ ചില മടുപ്പുകൾ ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യും, ചില അടിമകൾക്ക് അല്ലാഹു തആല അറിയാതെ അവരെന്ത് ചെയ്യും, ചില തെറ്റുകൾ പോകുന്ന സാഹചര്യത്തിലേക്ക് എത്തും. അതോടുകൂടി എന്താവും, അവരാണ്ട് നന്നാവും. അള്ളാഹുവിനൊക്കെ എന്ത് ചെയ്യും, വല്ലാതെ എന്ത് ചെയ്യും, കുറ്റബോധം ഉണ്ടായി തൗബ ചെയ്ത് അപ്പൊ എന്ത് ചെയ്യും, നിലവുണ്ടായിരുന്ന ആത്മീയനേക്കാളും മുകളിൽ അവരെത്തും. അപ്പൊ അങ്ങനെ ഒന്ന് റിഫ്രഷ് ആകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഒന്നും കൂടി ആത്മീയമായ ഒരേ റോട്ട് പോണ സംഗതി ഒന്ന് സ്പീഡ് കൂട്ടാൻ വേണ്ടി എന്ത് ചെയ്യും, ചിലപ്പോ എന്ത് ചെയ്യും, ചില അടിമകളിൽ ചില തെറ്റുകള് സംഭവിക്കും. അപ്പൊ സ്വാലിഹ്യങ്ങളായ ആളുകൾ ചില തെറ്റുകൾ സംഭവിക്കും. ആ തെറ്റുകൾ എന്ത് ചെയ്യും, അതുവരെ ഉണ്ടായിരുന്ന ഇബാദത്തിന്റെ റൂട്ടിനേക്കാളും അവരെന്ത് ചെയ്യും, കൂടുതൽ അള്ളാഹുവിലേക്ക് അടുപ്പിക്കും. ഏതുപോലെ നമ്മൾ ഒരു ഉദാഹരണം പറയാം. നമ്മളിപ്പോ ഇവിടുന്ന് എറണാകുളത്തേക്ക് എന്താണ് ഒരു യാത്ര പോകണം, എയർപോർട്ടിലേക്ക് പോവാണ്. ഒരു 4 മണിക്ക് 6 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പൊ നമ്മളിവിടെ രാവിലെ തന്നെ പുറപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ആടിപ്പാടി ഇങ്ങനെ പോകണം, കുഴപ്പമില്ല, എത്തുന്നതാണ്. വയലച്ച് എന്ത് ചെയ്ത് ഒരു ബ്ലോക്ക് പെട്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്തു, ഒരു പഞ്ചറിൽ പെട്ടു, അല്ലെ വണ്ടിക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചു. പിന്നെ അത് നന്നാക്കി എടുക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും. പിന്നെ നമ്മളീ പോണ പോവാ അല്ലല്ലോ, പിന്നെ ലൈറ്റിട്ട് ഓണടിച്ച് പെരുമ്പോക്ക് പോവും. അതെന്താ കാരണം? അത് അപ്പൊ കിട്ടിയ എനർജിയാണ്. അപ്പൊ ഇബാദത്ത് വഴി നമുക്ക് എന്തുണ്ടാവും, ആത്മീയ തെന്മകൾ വഴി ചിലപ്പോൾ ആത്മീയ ശോഷണം വരുമ്പോൾ നമുക്കറിയാം എന്റെ ആത്മീയത കെട്ടിട്ടുണ്ട്. അപ്പോഴാണ് നമുക്ക് നിലവിലുണ്ടാകുന്ന ആത്മീയതയുടെ വില അറിയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആ കെട്ട ആത്മീയത തിരിച്ചെടുക്കാൻ വേണ്ടി അള്ളാഹുവിലേക്ക് എന്ത് ചെയ്യും, നന്നായി തൗബ ചെയ്യും, അള്ളാഹുവിലേക്ക് കേറിച്ച് മടങ്ങും. അപ്പൊ എന്ത് ചെയ്യും, നിലവിലുണ്ടായിരുന്ന അവസ്ഥയേക്കാൾ ഉഷാറായിട്ട് നമ്മൾ മാറും. അപ്പൊ നമ്മൾ വളരെ പെട്ടെന്ന് എവിടെത്തും, ഉസൂലിലേക്ക് എത്തും. അള്ളാഹുമായിട്ടുള്ള ആത്മീയ ബന്ധത്തിലേക്ക് വളരെ പെട്ടെന്ന് നമ്മൾ ചേരും. ആ ചേരാനുള്ള കാരണം ഈ തിന്മയാണ്. അതാണ് പറയുന്നത്, ചിലപ്പോ അള്ളാഹു തആല തിന്മകൾ വിധിക്കാം. ഫകാന സബബുൽ ഉസൂലി, അത് അള്ളാഹുവിലേക്ക് ചേരാനുള്ള എന്താണ് വലിയ ഒരു കാരണമാകാം. ഇവിടെ സംഗതി മനസ്സിലാക്കേണ്ട സംഗതി ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, എന്ത് ഒരു ഹദീസിൽ കാണാം, റുബ്ബ ദമ്മിൻ അദ്ഖല സ്വാഹിബഹു അൽ ജന്ന. എത്ര തെറ്റുകളാണ് ആ തെറ്റിന്റെ ഉടമസ്ഥനെ സ്വർഗത്തിൽ കടത്തിയിട്ടുള്ളത് എന്നാണ്. അപ്പോ അയാൾ സ്വർഗത്തിൽ കടക്കാൻ തന്നെ കാരണം ചിലപ്പോ എന്തായിരിക്കും, ആ വീഴ്ചയിൽ നിന്നുള്ള തൗബയായിരിക്കും. അപ്പോ എത്ര അപ്പൊ ചില സഹാബികൾ ചോദിച്ചു, വക്കൈഫ യാ റസൂലല്ലാഹ്, അതെങ്ങനെയാണ് നബിയെ തിന്മകൾ മനുഷ്യരെ സ്വർഗത്തേക്ക് കയറ്റല്, നന്മകളല്ല മനുഷ്യരെ സ്വർഗത്തിൽ കയറ്റല് എന്ന് നമ്മളിതുവരെ പഠിച്ചിട്ടുള്ളത്. സഹാബികൾ റസൂലുള്ളാഹി ചോദിക്കാണ്, വക്കൈഫ യാ റസൂലല്ലാഹ്, എങ്ങനെയാണ് നബിയെ തിന്മകൾ മനുഷ്യരെ സ്വർഗത്തിൽ കയറ്റുക എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി പറഞ്ഞു, ലാ യസാലു തായിബൻ, അയാൾ എപ്പോഴും അള്ളാഹുവിനോട് എന്ത് ചെയ്യും, ആ തെറ്റിന്റെ പേരിൽ തൗബ ചെയ്തുകൊണ്ടേയിരിക്കും. ഫാറ മിൻഹു ഖായിഫൻ മിൻ റബ്ബി, ആ തെറ്റിന് മാടി ഓടിയിട്ടുണ്ടാവും. അതിൽ നിന്ന് അള്ളാഹുവിനെ എന്ത് ചെയ്യും, അയാൾ നന്നായി പേടിക്കുന്നുണ്ടാവും. ഹത്താ യമൂത്ത, ജീവിതത്തിൽ പിന്നെ മരിക്കണവരെ അയാൾക്ക് ആ തെറ്റ് ആലോചിക്കുമ്പോൾ എന്നും ടെൻഷനായിരിക്കും. എന്നും ചെറുപ്പത്തിൽ സംഭവിച്ച ആ ഒരു തെറ്റ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ആ തെറ്റ് അതെന്ത് ചെയ്യും, അയാളെ മരിക്കണവരെ അയാളെ മനസ്സിലുണ്ടാവും. പക്ഷെ ഞാൻ ചെയ്തല്ലോ, പഠിച്ചവനെ പുറത്തുകൊണ്ടാ ഞാൻ ചെയ്യല്ലേ, എത്ര മോശമായി ചെയ്ത്, ഇങ്ങനെ മരിക്കണവരെ അയാളെ മനസ്സിൽ ഓർമ്മ ഉണ്ടാവും. അങ്ങനെ മരിക്കണവരെ അയാൾ എന്ത് ചെയ്യും, ആ ഒരു ചിന്തയായി മരിക്കുക, ആ തെറ്റിൽ നിന്ന് തോപ എപ്പോഴും അയാളെ മനസ്സിലുണ്ടാവും. അങ്ങനെ മരിക്കണവരെ അയാൾ ആ തിന്മ അലട്ടിക്കൊണ്ടിരിക്കും. ഫയദ്ഖുലുൽ ജന്ന, അയാള് സ്വർഗത്തിൽ കിടക്കും. സ്വർഗത്തിൽ കിടക്കാൻ കാര്യം എന്താ, ഇയാൾക്കുണ്ടായ ഒരു നന്മ എന്താ, ഈ ഒരു തെറ്റിന്റെ കുറ്റബോധമാണ് മരണം വരെ ഇയാളെ അലട്ടിയത്. അതുകൊണ്ട് എന്ത് ചെയ്യും, അയാള് സ്വർഗത്തിൽ കിടക്കും. അപ്പോ സ്വാലിഹായ അള്ളാഹുവിന്റെ അടിമകളിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, അള്ളാഹുവിലേക്ക് ചേരാൻ വേണ്ടി ചില വീഴ്ചകൾ ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ സംഭവിക്കാം. പക്ഷെ ആ സംഭവിച്ചത് വഴി അവരെന്ത് ചെയ്യും, അള്ളാഹുവിലേക്ക് നന്നായി തൗബ ചെയ്തിട്ട് എന്ത് ചെയ്യും, അള്ളാഹുവിനെ കണക്കും. ബനി ഇസ്രായേലിന്റെ ഒരു ചരിത്രം കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. കിഫില് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. സഹീഹ് ഹദീസ് കിതാബുകൾ കാണാം. അദ്ദേഹം വളരെ മോശക്കായ ജീവിച്ച വ്യക്തിയാണ്.
അവസാന സമയത്ത് ഒരു സ്ത്രീയുമായി വിവേചിരിക്കുന്ന സമയത്ത് ആ സ്ത്രീ വെറുതെ അദ്ദേഹത്തെ ചോദിച്ചാ നിങ്ങൾക്ക് അള്ളാഹുവിനെ പേടിയില്ലേന്ന്. അപ്പൊ ആ സ്പോട്ടിൽ അവിടുന്ന് ഇറങ്ങി വന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, രാത്രി നേരം വിളക്കോളം തൗബ ചെയ്യും. സുബഹിക്ക് അടുത്ത സമയത്ത് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. നന്നായി തൗബ ചെയ്തു, ഞാൻ ചെയ്ത് തെറ്റായില്ല എന്ന് വെച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, പിന്നെ തൗബ ചെയ്തു. അങ്ങനെ നേരം വിളക്കാനായിട്ട് അദ്ദേഹം മരണപ്പെട്ടു. ആ കാലത്തെ പ്രവാചകൻ പറഞ്ഞു അള്ളാഹു തആല കിഫിലിന് പുറത്തു കൊടുത്തിട്ടുണ്ട് എന്നുള്ള. അപ്പൊ ആ തെറ്റിന് ആണ് തൗബ ചെയ്തതാണ് അദ്ദേഹം. അപ്പൊ തെറ്റുകൾ എന്ത് ചെയ്യും, തൗബ വഴി നമ്മളെ സ്വർഗത്തിൽ കടക്കും. എന്നാൽ ചിലപ്പോൾ നന്മകൾ വഴി ചിലപ്പോൾ വെറുതെ വേസ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. കുറെ നന്മകൾ വെറുതെ വേസ്റ്റ് കൊണ്ട് വേസ്റ്റ് ആയിക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ അറിയില്ലേ, റബ്ബ സ്വായിമിൻ ലൈസ മിൻ സിയാമി ഇല്ല ജൂ. കുറെ ആൾക്കാർ നോമ്പൊക്കെ ഉണ്ട്. നോമ്പുണ്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല, പട്ടിണി കിടന്നു. നീ നോമ്പോട്ട് എനിക്ക് എന്താ ബെനിഫിറ്റ് കിട്ടിയതെന്ന് ചോദിച്ചാ വൈകുന്നേരം അവൾ എന്ത് ചെയ്തു, പട്ടിണി കിടന്നു എന്നല്ലാതെ പരച്ചോണ്ട ഭാഗത്ത് ഒരു കൂലില്ലാത്ത എത്ര നോമ്പേരാണ്. ആ നോമ്പുണ്ടെന്നില്ല, കബൂലിയത്തില്ല. റബ്ബ ഖായിമിൻ വഖായിമിൻ ലൈസ മിൻ ഖിയാമി ഇല്ല സഹർ. നേരം വിളക്കോളം നിസ്കരിക്കുന്ന കുറെ ആളുകളുണ്ട്. അതുകൊണ്ട് എന്താ ബെനിഫിറ്റ് ചോദിച്ചാൽ ഉറക്കം പോയി കിട്ടി. അല്ലാഹു തആല കാക്കട്ടെ. അങ്ങനെ കുറെ നിസ്കാരക്കാരുണ്ട്. എന്ത് നേരം വിളക്കോളം നിസ്കരിക്കുക, എന്നിട്ട് അവനെ നിസ്കരിച്ചിട്ട് എന്ത് ചെയ്യാ, വലുപ്പത്ര നാട്ടിൽ മുഴുവൻ പറഞ്ഞെടുക്കുക, എന്നിട്ട് ഞാൻ നല്ല കായ്മല്ലയിലാന്ന് എന്ത് ചെയ്യാ, സർട്ടിഫിക്കറ്റ് വേങ്ങുക നാട്ടുകാരത്തിന്. ആൾക്കാരൊക്കെ ഇയാൾ എന്നും താജ്ജുദ് നിസ്കരിക്കുക, നേരം നിസ്കരിക്കണം, വലിയ മഹാനാട്ടാന്ന് പറയാ. എന്തായി, പരലോകത്ത് ഒരു പൊടി ഉണ്ടാവില്ല. അത് ആളുകൾ പറഞ്ഞോട്ടെ, അത് വേറെ വിഷയം. നമ്മളത് ആഗ്രഹിക്കാൻ പാടില്ല. അപ്പോ ഇബാദത്തുകൾ ചെയ്യുകയും കബൂലിയത്തില്ലാത്ത അവസ്ഥയുണ്ടാവും. എന്നാൽ തിന്മകൾ ചെയ്യുകയും മനുഷ്യരെ നന്നാക്കുകയും ചെയ്യുന്ന അവസ്ഥയും ആരിലുണ്ടാവും? അള്ളാഹുവിന്റെ അടിമകളിൽ ഉണ്ടാവും. അതാണ് ഹിക്മത്തിന്റെ ചുരുക്കം. അതാണ് നമ്മൾ പറഞ്ഞത്. ജസ്റ്റ് വായിച്ച നിർത്താണ്. റുബ്ബമാ ഫതഹലക ബാബ ത്വാഅത്തി. ചിലപ്പോൾ ത്വാഅത്തിന്റെ വാതിൽ അള്ളാഹു തആല നിനക്ക് തുറന്നു തരാം. ഒമാ ഫതഹലക ബാബൽ കബൂലി. പക്ഷെ കബൂലിയത്ത് അവിടെ ഉണ്ടാവാത്ത അവസ്ഥ ഉണ്ടാവാം. റബ്ബമാ ഖളാ അലൈക ബിദ്ദംബി. ചിലപ്പോൾ അള്ളാഹു തആല നിനക്ക് തിന്മ കൊണ്ട് നിന്നിൽ വിധിക്കാം. ഫകാന സബബുൽ വസൂലി. അത് അള്ളാഹുമായി ചേരാൻ എന്ന് പറഞ്ഞാൽ വസൂലല്ല, ആ മാനസികമായി ഫുൾ ടൈം അള്ളാഹു എനിക്ക് പുറത്തേനെ പഠിച്ചോനെ, ഇല്ല എനിക്ക് കഴിയില്ല, ഈ ഞാൻ വഷളാക്കല്ല, ഇന്നെ കൊടുക്കല്ല, ഈ എനിക്ക് പുറത്ത് ഇല്ല മാപ്പല്ല, വേറൊന്നുമില്ല എന്ന് പറയുന്ന അവസ്ഥയിൽ ഫുൾ ടൈം അള്ളാഹുവിന്. പിന്നെ വാസില പറഞ്ഞാൽ അത് മാത്രമേ കേട്ടോ, ഫുൾ ടൈം റബ്ബ് മതി എന്ന് തോന്നുന്ന അവസ്ഥയിലേക്ക് അടിമയെത്താനും കാരണമാവും. അള്ളാഹു തആല അവന്റെ സ്വലീങ്ങളെ അടിമകൾ നമ്മളെ ഉൾക്കൊള്ളിക്കട്ടെ. നമ്മൾ പറഞ്ഞു കേട്ടും എല്ലാം സ്വലീ അമലാക്കി സ്വീകരിക്കട്ടെ. അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ.